ഇന്നത്തെ വീഡിയോ നമ്മൾ നാട്ടിലെത്തി നെക്സ്റ്റ് ഡേ ഉള്ള വീഡിയോ കേട്ടോ. അപ്പോൾ വീടൊക്കെ മൊത്തം ബ്ലാങ്കായിട്ട് കിടക്കുകയാണ്. അതൊക്കെ ഒന്ന് വീട് മൊത്തം ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കിച്ചണിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നലെയാണ് നമ്മൾ എത്തിയത്, പക്ഷേ കുക്കിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഇനി സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എല്ലാം പാക്ക് ചെയ്തിട്ട്, നമ്മൾ എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് പാക്ക് ചെയ്തിട്ട് നമ്മൾ കബോർഡ്സിൻ്റെ ഉള്ളിലേക്ക് വെക്കലാണ്, അല്ലെങ്കിൽ മൊത്തം പൊടി പിടിക്കും. അപ്പോൾ അതെല്ലാം ഒന്ന് പുറത്തേക്ക് എടുത്ത് പൊടിയൊക്കെ തട്ടി അറേഞ്ച് ചെയ്ത് വെക്കണം. പക്ഷേ ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചാലും നമ്മൾ ഒരു മാസം നിൽക്കുന്നുള്ളൂ. വീണ്ടും അതുപോലെ തന്നെ പാക്കാക്കി കെട്ടി എടുത്തു വെക്കും വേണം ഈ ഒരു മാസത്തിൻ്റെ. ഇന്നലെ വൈകിട്ട് ഷോപ്പിൽ പോയിട്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നതായിരുന്നു. ഇനി എല്ലാം ബോട്ടിലാക്കി എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. കിച്ചണാണല്ലോ നമുക്ക് മെയിനായിട്ട് ആദ്യം വേണ്ടത്. ഈ ബോട്ടിൽസ് എല്ലാം നമ്മൾ തിരിച്ചു പോകുമ്പോൾ എല്ലാം കഴുകി ഉണക്കി ഒരു കാർട്ടൂൺ ബോക്സിലാക്കിയിട്ട് കബോർഡ്സിൻ്റെ ഉള്ളിൽ വെക്കലാണ്. അത് ഓർക്കുമ്പോൾ നമ്മൾ ഈ ബോട്ടിൽസ് ഒന്നും എടുക്കേണ്ട, ഈ കവറിൽ തന്നെ ഇങ്ങനെ വെക്കാമെന്നൊക്കെ വിചാരിക്കും. പിന്നെ നമ്മൾ എടുത്ത് പോവും. എല്ലാ പ്രാവശ്യം നാട്ടിലേക്ക് വരുമ്പോഴും ഞാൻ മെയിനായിട്ട് കിച്ചണിലേക്കുള്ള ഐറ്റംസ് തന്നെയാണ് വാങ്ങുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം, അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. ഇതെല്ലാം ഒന്ന് അതിൻ്റെ ഇടയിൽ നമുക്ക് പുറത്ത് പോകാനുണ്ടാവും. അങ്ങനെ കുറേ ബിസി ആയിരിക്കും. ഒരു മാസം എങ്ങനെ വെക്കേഷൻ കഴിഞ്ഞതൊന്നും അറിയില്ല, പെട്ടെന്ന് പോവും. തിരിച്ചു പോകുമ്പോൾ നമ്മൾ കിച്ചൺ ഐറ്റംസ് മാത്രമല്ല അങ്ങനെ പിന്നെ എടുത്തു വെക്കുന്നത്, എല്ലാ റൂമിലുള്ള സോഫ, അതുപോലെ ബെഡ്ഷീറ്റുകൾ, കാർപ്പറ്റ്, ഇതെല്ലാം നമ്മൾ റാപ്പ് ചെയ്തിട്ട് എടുത്തു വെക്കണം. പിന്നെ കിച്ചൺ സാധനങ്ങളും ഇതുപോലത്തെ പോട്ട്, അതുപോലെ ഫ്ലവേഴ്സ്, ഇതൊക്കെ ഞാനൊരു കവറിലാക്കി ബോക്സിലാക്കിയിട്ടാണ് കബോർഡ്സിലേക്ക് വെക്കുന്നത്. അല്ലെങ്കിൽ മൊത്തം പൊടി പൊടിച്ച് ആകെ ഇതാകും. ഇങ്ങനെ കവറിലൊക്കെ കെട്ടിയതാകുമ്പോൾ അധികം പൊടി കിടക്കില്ല. എല്ലാവരും എന്നോട് ചോദിക്കും, എന്തിനാ ഒരു മാസത്തെ ലീവിന് വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ഡെക്കോർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, വീണ്ടും അത് എടുത്ത് വെക്കേണ്ടതെന്നൊക്കെ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ ഒരു ഹോം ടൂറിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അത് ചെറിയൊരു ഹോം ടൂറായിരുന്നു. ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് ഇട്ട വീഡിയോ ആണ്. അപ്പോൾ അതിൽ ഞാൻ ഈ ഒരു ബോട്ടിൽ കാണിച്ചായിരുന്നു. ഈ ഒരു ബോട്ടിൽ, അപ്പോൾ കുറേ പേര് എന്നോട് കമൻറ്റ് ചോദിച്ചിരുന്നു ഇത് പിന്നെ എവിടെ നിന്ന് വാങ്ങിച്ചതാണെന്നുള്ളത്, ഈ ഒരു ബോട്ടിൽ എവിടെ നിന്നാണ് വാങ്ങിച്ചത് എന്നുള്ളത്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഞാൻ ഹൗസ് വാമിങ്ങിൻ്റെയൊക്കെ ഒരു 4 മാസം മുന്നേ വാങ്ങിച്ചതാണ് തോന്നുന്നുണ്ട്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഹോം സെൻറ്ററിലും ഇത് അവൈലബിൾ ആണ്. ആമസോണിൽ നിന്ന് ഹോം സെൻറ്ററിൻ്റെ പ്രൊഡക്റ്റാണ് ഞാൻ ആമസോൺ വഴിയാണ് വാങ്ങിച്ചത്. പക്ഷേ ഞാൻ അന്ന് വാങ്ങുമ്പോൾ എനിക്ക് ഒരു ബോട്ടിലിന് 1000 വെച്ചിട്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഞാൻ ആ ലിങ്ക് നോക്കുമ്പോൾ, ആരോ എന്നോട് അങ്ങനെ ചോദിച്ചപ്പോൾ ലിങ്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ നോക്കുമ്പോൾ റേറ്റ് കൂടുതലാണ്. അപ്പോൾ ഇനി സൈസ് കൂടുതലാണോ, ഇനി ഈ ബോട്ടിലിനേക്കാളും സൈസ് കൂടുതലാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ വാങ്ങിച്ചത് ഒരു ബോട്ടിലിന് 1000 വെച്ചിട്ടാണ് വാങ്ങിച്ചത്. അങ്ങനെ അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടാലും അതിൻ്റെ റേറ്റ് പല ടൈമിലും പല ഇതായിരിക്കും. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ടൊക്കെ കേട്ടോ നിങ്ങൾ വാങ്ങേണ്ടത്, ആമസോണിൽ നിന്നാണെങ്കിലും. പിന്നെ ഒരുപാട് പേര് ചോദിച്ചൊരു ഇതാണ് കിച്ചൺ ടൂറ് ചെയ്യാൻ. ഇൻഷാ അല്ലാഹ് കിച്ചൺ ടൂറ് ഞാൻ ചെയ്യാം. ഞാൻ അന്ന് കുറച്ച് ഒരു ഭാഗം മാത്രമേ കിച്ചണിൽ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ കിച്ചൺ ടൂറ് മാത്രമായിട്ട് ഒരു ദിവസം ഇൻഷാ അല്ലാഹ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ അന്ന് ചോദിച്ചു കിച്ചണിലെ എല്ലാ പ്രൊഡക്റ്റും ആമസോണിൽ നിന്നാണോ എന്നൊക്കെ. അങ്ങനെയല്ല, ആമസോണിൽ നിന്ന് മാത്രമല്ല കേട്ടോ. ഞാൻ ആമസോണിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ഇത് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ എന്നാണ്. ഞാൻ അധികവും അവിടെ നിന്ന് ഗൾഫിൽ നിന്ന് ഐക്യ പ്രൊഡക്റ്റാണ് മെയിനായിട്ട് എൻ്റെ കയ്യിലുള്ളത്. പിന്നെ ഹോം സെൻറ്റർ, പിന്നെ അവിടുത്തെ സഫാത്ത് ഹോം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഹോം അപ്ലയൻസിൻ്റെ ഷോപ്പുകളിൽ നിന്നാണ് ഞാൻ ഷോപ്പ് ചെയ്യാറ് കേട്ടോ. മെയിൻ
മെയിനായിട്ട് എൻ്റെ അടുത്ത് കൂടുതൽ ഐറ്റംസ് ഉള്ളത് ഐക്യ തന്നെയാണ്. ഐക്യ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ലിങ്ക് കാണാം. കുറേ പ്രോഡക്റ്റ് ഞാൻ അതിൽ തന്നെയാണ് വാങ്ങിച്ചത്. നാട്ടിൽ നിന്ന് ഞാൻ ഷോപ്പിൽ നിന്നും ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല കേട്ടോ ഇതുവരെ. കാരണം നാട്ടിൽ നമ്മൾ നിൽക്കുന്നില്ലല്ലോ. അപ്പോൾ ഷോപ്പിലൊന്നും പോയി നോക്കാനുള്ള ടൈമില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ അങ്ങനെ കൊണ്ടുവരുന്നതാണ്. ഒരു മാസത്തെ വരുമ്പോൾ നമുക്ക് പല സ്ഥലത്തേക്കും പോകാനുണ്ടാവും അങ്ങനെ. അപ്പോൾ ഇവിടെ ഷോപ്പിലൊന്നും നോക്കി പർച്ചേസ് ചെയ്യാനുള്ള ടൈമില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് വരുമ്പോൾ ഞാൻ അധികം സാധനങ്ങൾ വേണ്ടല്ലോ, നമ്മളിവിടെ വീട്ടിൽ നിൽക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സാധനങ്ങളായിട്ട് നമ്മളങ്ങനെ കൊണ്ടുവരുന്നതാണ്. പിന്നെ ക്ലീനിങ്ങിൻ്റെ പണിയൊന്നും നമുക്ക് അത്ര ഉണ്ടാവില്ല കേട്ടോ. നമ്മളെ വീട് ക്ലീൻ ചെയ്യാൻ വരുന്ന 2 താത്തമാരുണ്ട്. അവരാണ് എല്ലാം ചെയ്യുന്നത്. കബോർഡ്സും പാത്രങ്ങളും എല്ലാം ബോട്ടിൽസും എല്ലാം ക്ലീൻ ചെയ്ത് വെക്കും. അവരാണ് വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ക്ലീൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഞാൻ വരുന്നതിൻ്റെ ഒരു 2 ദിവസം മുന്നേ തന്നെ അവർ വന്നിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു ഇത് നമുക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ്. പിന്നെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കിച്ചണ് നല്ല നീറ്റായിട്ട് നല്ല എല്ലാം ബോട്ടിലൊക്കെ നല്ല നീറ്റായിട്ട് നിൽക്കണം എന്നുള്ളൊരു നിർബന്ധം എനിക്ക് ഇഷ്ടമാണ് അതങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ ആ ഒരു ഇഷ്ടത്തോടെ ചെയ്യുന്നതാണ്. പിന്നെ ഇന്നത്തെ ക്ലീനിങ് കഴിഞ്ഞു. 4 മണിയായി സമയം. ഞാൻ ടയർഡായി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ മക്കൾക്കും കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ കുറച്ച് പഴം ഞാൻ ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് എല്ലാവരും കൂടെ നമ്മൾ കഴിക്കുകയാണ്. മക്കൾക്ക് പുറത്തിരുന്ന് കഴിക്കണമെന്നും പറഞ്ഞിട്ടും നമ്മൾ സിറ്റ് ഔട്ടിൽ വന്നിരുന്നിട്ട് കഴിക്കുകയാണ്. നല്ല കാറ്റും ഉണ്ടായിരുന്നു. എന്തോ കുവൈത്തിൽ നല്ല ചൂടിൽ നിന്ന് നമ്മൾ നാട്ടിൽ വരുമ്പോൾ എന്തോ ഒരു വൈബാണ്. നല്ല മഴയും ഉണ്ടായിരുന്നു. ഇന്നലെ നല്ല മഴയായിരുന്നു. ഇന്ന് മഴയില്ല. ഇന്ന് നല്ലൊരു വെയിലും ഉണ്ട്. പക്ഷേ നല്ല കാറ്റൊക്കെ ആയിട്ടുള്ള നല്ലത്. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഫ്രൂട്ട്സ് വെച്ചായിരുന്നു, കുറേ ഫ്രൂട്ട്സ് ചെടികൾ വെച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് പോയി നോക്കുകയാണ്. വന്നിട്ട് ഈ ഭാഗത്തേക്കൊന്നും വന്നിട്ട് നോക്കിയിട്ടില്ല. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ട്. പുറത്തു കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ അടുത്ത വീട്ടിലെ ഒരു ഇത്ത നമുക്ക് കൽത്തപ്പം ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. എല്ലാ പ്രാവശ്യവും നമ്മൾ വരുമ്പോൾ കൽത്തപ്പം, ഉണ്ണിയപ്പം, നെയ്യപ്പം, അട അങ്ങനെ പലതും കൊണ്ടുവരും കേട്ടോ. ശരിക്കും നമ്മുടെ ഉമ്മാർ ഉണ്ടാക്കി തരുന്ന അതുപോലെ തന്നെ ഇത്ത എല്ലാ ദിവസവും ഇല്ല, ഒരു ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും ഉണ്ടാവും. ഇതുപോലെ നമ്മൾ വന്നാൽ അങ്ങനെ കൊണ്ടുവന്നു തരും കേട്ടോ. ഭയങ്കര സ്നേഹമാണ്. എത്ര നമുക്ക് ഇങ്ങനത്തെ ഒരു നൈബേഴ്സിനൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതല്ലേ. അപ്പോൾ അതൊക്കെ കൽത്തപ്പവും ഒക്കെ കഴിച്ച് ഞങ്ങൾ ഇനി പുറത്ത് പോകാൻ നിൽക്കുകയാണ്. കാരണം നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങാനുണ്ട്. അപ്പോൾ നമ്മൾ പുറത്ത് പോവാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കി അറേഞ്ച് ചെയ്യുന്നതും വീടിൻ്റെയൊക്കെ എല്ലാ വീഡിയോസും ഞാൻ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.